ഇതാണ് താഹിറ. ഈ താഹിറയുടെ പ്രത്യേകത എന്താണെന്നറിയോ? തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി വിജയുടെ പാർട്ടി TVKയിലെ ഒരു MLA ആണ് താഹിറ. ഈ താഹിറ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതിസുന്ദരമായ ഒരു കാഴ്ചയാണത്. ഇവര് തോൽപ്പിച്ചത് DMKയിലെ 100 കോടിയുടെ ആസ്തിയുള്ള ഒരു സ്ഥാനാർത്ഥിനെയാണ്. ഇവർക്കാകെ 33,000 രൂപയുടെ ആസ്തിയുള്ള അതിദരിദ്രയായ ഒരു സ്ത്രീയാണ് ഈ താഹിറ. പക്ഷേ ഈ താഹിറക്ക് ഈ വിജയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെയാണ് വിജയ് ഇവരെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇവരുടെ കയ്യിൽ പ്രചരണത്തിന് പണമൊന്നും ഉണ്ടായിരുന്നില്ല. വിജയെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിക്കും വലിയൊരു തുക കൊടുക്കാനും കഴിയില്ല. ചെറിയൊരു തുക മാത്രമാണ് കൊടുത്തത്. എന്നാൽ ആളും ആരവങ്ങളുമില്ല. തന്റെ എതിർ സ്ഥാനാർത്ഥി വലിയ ഫ്ലക്സുകളും അല്ലെങ്കിൽ വലിയ വാഹന പ്രചരണങ്ങളൊക്കെ നടത്തുമ്പോൾ മണ്ഡലങ്ങളിലെ ഓരോ വീടുകളിലും കയറി ചെന്ന് വിജയിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു വിസില് മോദിയിട്ട് നമുക്ക് മാറ്റങ്ങൾക്ക് തുടങ്ങാം, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മുന്നോട്ടിറങ്ങാമെന്ന് പറഞ്ഞ് താഹിറ സ്ഥാനാർത്ഥിയായിട്ട് പ്രചരണത്തിനിറങ്ങി. എല്ലാവരും കരുതി ഒരു 1000 വോട്ടിലപ്പുറം നേടില്ല എന്നത്. പക്ഷെ അത്ഭുതം, അവിടുത്തെ വലിയ കോടീശ്വരനായ DMKയുടെ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചിട്ടാണ് ഈ താഹിറ വെന്നിക്കൊടി പാർച്ചത്. ഇപ്പൊ ഇതാ താഹിറ സത്യപ്രതിജ്ഞ ചെയ്യാൻ. വിജയുടെ പാർട്ടിയിൽ ഇങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ദലിതുകളും സാധാരണക്കാരും ന്യൂനപക്ഷത്തിലെ പല ആളുകളും ഇങ്ങനെ ഒരുപാട് ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വിജയിച്ച് കയറിയിട്ടുണ്ട്. മുമ്പ് കോടികളോ ലക്ഷങ്ങളോ കൊടുത്ത ആളുകൾക്കാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇടം പിടിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു കീഴ്വഴക്കമുള്ള തമിഴ്നാട്ടിലാണ് വിജയ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ അത് അധികാരം ഏറ്റ ഉടനെ തന്നെ ഒരുപാട് നിയമപരമല്ലാത്ത മദ്യശാലകൾ പൂട്ടാനുള്ള ഒരു ഓർഡർ വിജയ് കൊടുത്തിരുന്നു. ഇങ്ങനെ തമിഴ്നാട്ടിന്റെ മുക്കിലും മൂലയിലും ജനപ്രിയമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് വിജയ് തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുവന്നത്. ഭരിച്ച ഉടനെ തന്നെ, അധികാരമേറ്റ ഉടനെ തന്നെ സ്റ്റാലിന് അങ്ങോട്ട് പോയി കാണുന്ന ഒരു കീഴ്വഴക്കം വിജയ് തുടങ്ങി വെച്ചിരുന്നു. എന്തായാലും ഈ താഹിറ എന്ന ഈ ഒരു യുവതി, ഒരു വീട്ടമ്മ, വെറും 10ാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസം, ഒരു പക്ഷേ തമിഴ്നാട് MLA-മാരിൽ ഏറ്റവും കുറവ് വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. പക്ഷേ ഇവരിന്നൊരു ജനപ്രതിനിധിയാണ്. ഇവരിലുള്ള ആ നാട്ടുകാർ കൊടുത്ത വിശ്വാസം എന്താരോ, അത് വിജയനോടുള്ള സ്നേഹമാണ്. ഇതാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം കൊണ്ടല്ല, ജനങ്ങളെ സേവിക്കാൻ തയ്യാറാണോ അവർക്ക് നല്ല ജനപ്രതിനിധിയാവാൻ കഴിയും. എന്തായാലും താഹിറയുടെ ഈ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിലൊന്നാണ്. കാരണം തന്റെ പാർട്ടിയെ വിശ്വസിക്കുന്നു, ആ ജനം മുഴുവനും താഹിറയെ വിശ്വസിക്കുന്നു, അവരെ വോട്ട് ചെയ്തുകൊണ്ട് ജനപ്രതിനിധിയാക്കി മാറ്റുന്നു. വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അവര് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്തായാലും ഒരു മികച്ച MLA ആവാൻ താഹിറയ്ക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ ആശംസ. ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையாகவும் நிறைவேற்றுவேன் என்று உளமாக உறுதியளிக்கிறேன். மாண்புமிகு திரு சௌ தியாகராஜன், செங்கல்பட்டு.